ഇതാണ് കേട്ടോ ഇന്ന് കിട്ടിയ പാല്. ഇവിടെ വെച്ചിട്ടാണ് ഷീറ്റ് ആക്കുന്നത്. ഇതൊക്കെയാണ് ഷീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിഷ്. ഇതിൻ്റെ മേലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഞാൻ പാലെടുത്ത് കൊടുക്കാറേ ഇല്ല. ഇതൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി സെറ്റാക്കുന്നതാണ്. ഈ പാൽ ഉറയൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആസിഡാണ് കേട്ടോ ഇത്. വേറെ ആസിഡ് കിട്ടും, നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ. ആദ്യം എല്ലാത്തിലും കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നനച്ച് കൊടുക്കും ഈ ഡിഷ്. ഇത് ഷീറ്റ് അല്ല, പാലരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പ. അതിനകത്ത് എന്താ പറയുക, ചെറിയ മരക്കഷ്ണങ്ങളും ഇലയും പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ അരിച്ചെടുക്കും. ഇത് പാലൊഴിച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇതിങ്ങനെ അളന്നിട്ട് എല്ലാത്തിലും ഒഴിക്കും. അതിന് കണക്കായിട്ട് വെള്ളം ഒഴിക്കും അല്ലേ അമ്മേ? നമുക്ക് ഭയങ്കര നാണ്, അതുകൊണ്ട് അമ്മേനെ കാണിക്കാതെ. ഒരു ഡിഷിൽ 2 ഈ കപ്പ് പാല് അല്ലേ? 2 അല്ല പോലും, 3 പോലും. അതിനായി നല്ല മുക്കി വയ്ക്കുന്നത് ഈക്വലാക്കെ. എല്ലാത്തിലും 3 കപ്പ് പാല്. ഇതിന് എത്ര വെള്ളം ഒഴിക്കാം? ആവശ്യം എത്രയാണെന്നാ ചോദിച്ചേ? ആയിക്കോളാം. 3 കപ്പ്. 2 കപ്പ്. ഇതിനെടുക്കുന്ന ബക്കറ്റ്, ഇതിനായിട്ട് എടുക്കുന്ന ബക്കറ്റാണ് കേട്ടോ. അതുകൊണ്ട് അത് അധികം അങ്ങനെ വൃത്തിയാക്കാറില്ല. കുറേ എന്താ പറയുക, അടക്കെട്ടിയ പോലെ ആകുമ്പോൾ പറിച്ച് വലിയ ബോള് പോലെ ആക്കിയെടുക്കും. ആസിഡ് എടുക്കുന്നതിന് ഒരളവുണ്ട് കേട്ടോ. ആ ഒരളവിൽ ആസിഡ് ഇങ്ങനെ ഒഴിക്കും. ഈ സാധനം വെച്ചിട്ട് ഇളക്കും.